അപ്പോൾ ഇന്നത്തെ നമ്മുടെ സിനിമ ദി ഹോസ്റ്റ്. ഡയറക്ടർ ബോങ് ജൂൻ ഹോ സംവിധാനം ചെയ്ത് 2006 പുറത്തിറക്കിയ അടിപൊളി ഹൊറർ സയൻസ് ഫിക്ഷൻ മൂവിയാണ് ദി ഹോസ്റ്റ്. സിനിമയുടെ തുടക്കം ഒരു ലാബ് കാണിക്കുകയാണ്. അവിടെയുള്ള സയന്റിസ്റ്റുകൾ 1000 കുപ്പിയോളം വരുന്ന മരുന്നുകൾ എടുത്ത് കടലിൽ ഒഴിക്കുകയാണ്. ഇവരിവിടെ ഒഴിച്ചത് എന്തോ അപകടം നിറഞ്ഞ ഡേഞ്ചറായ മരുന്നുകളെയാണ്. പിന്നെ കാണിക്കുന്നത് അവിടെ മീൻ പിടിക്കുന്ന 2 പേരെയാണ്. അവർ അവിടെ വെച്ച് ഏതോ ഒരു ചെറിയ ജീവിയെ കാണുകയും അത് കാര്യമാക്കാതെ അതിനെ പറഞ്ഞു വിടുകയും ചെയ്യുന്നു. ഈ സമയത്ത് തന്നെ ഒരാൾ കടലിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. അയാൾ താഴെ എന്തോ കാണുകയും എല്ലാവരും മരിക്കുമെന്ന് പറഞ്ഞ് അയാൾ വെള്ളത്തിലേക്ക് എടുത്ത് ചാടുന്നു. ഇത്രയും സീൻ കാണിച്ചുകൊണ്ടാണ് ഈ മൂവി ഇവിടെ തുടങ്ങുന്നത്. അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ നായകനെ. അവനൊരു കടയുടെ മുന്നിൽ കിടന്ന് ഉറങ്ങുകയാണ്. പുറത്ത് നമ്മുടെ നായകന്റെ അച്ഛൻ നിൽപ്പുണ്ട്. ഇത് ഇവരുടെ സ്വന്തം കടയാണ്. ഇവരെ അറിയപ്പെടുന്നത് പാർക്ക് എന്നാണ്. ഇവരുടെ കുടുംബ പേര് പാർക്ക്. നമ്മുടെ നായകന് ഒരു മകള് കൂടി ഉണ്ടായിരുന്നു. മകള് സ്കൂള് കഴിഞ്ഞ് വന്നിട്ട് TV ഓൺ ചെയ്യുന്നു. കാര്യം എന്തെന്നാൽ അച്ഛന്റെ സഹോദരിയുടെ ഒരു ഫൈനൽ റൗണ്ട് ഇന്ന് TVയിലുണ്ട്. മത്സരം അമ്പെയ്ത്താണ്. വലിയ നാഷണൽ ലെവലിലുള്ള ഒരു കളിയും കൂടിയായിരുന്നു അത്. അങ്ങനെ തൻ്റെ മകളുടെ മത്സരം കാണാൻ അച്ഛനും വന്ന് 3 പേരും കൂടെ ഒരുമിച്ച് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അടുത്തൊരു സ്ഥലത്ത് ഒരു ഓർഡർ ഉണ്ട്, നീ അത് വേഗം കൊണ്ടുപോയി കൊടുക്കാൻ അച്ഛൻ മകനോട് പറയുകയാണ്. അത് പ്രകാരം നമ്മുടെ നായകൻ അങ്ങോട്ടേക്ക് പോകുമ്പോൾ പാലത്തിന് താഴെ എന്തോ ഒന്നിരിക്കുന്നത് കാണുകയാണ്. അവിടെയുള്ള ജനങ്ങളെല്ലാം അത് അത്ഭുതത്തോടെ നോക്കിക്കൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് അത് വെള്ളത്തിലേക്ക് വന്ന് വീഴുകയും പെട്ടെന്ന് തന്നെ കരയിലേക്ക് വരികയും ചെയ്യുന്നു. ഇത് കണ്ട് ആളുകളെല്ലാം പരിഭ്രാന്തരായി 4 വക്കിനും ഓടുകയാണ്. ഒപ്പം നമ്മുടെ നായകനും ഇത് കണ്ട് പേടിച്ച് മുന്നിലോട്ട് ഓടുന്നു. ആ ജീവി അവിടെയുള്ള മിക്കവരെയും കൊല്ലുകയാണ്. ഈ സമയത്ത് ഇതൊന്നും അറിയാതെ നായകന്റെ മകളും മുത്തച്ഛനും കൂടെ TV കാണുകയാണ്. ഇയാളുടെ മകൾക്ക് സെക്കൻഡ് പ്രൈസ് അങ്ങനെ കിട്ടിയിരിക്കുന്നു. ഫസ്റ്റ് പ്രൈസ് കിട്ടാത്തതിനാൽ അവർ 2 പേരും വിഷമത്തോടെ ഇരിക്കുകയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നായകന്റെ മകൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ആളുകളെല്ലാം നിലവിളിച്ചുകൊണ്ട് ഓടുകയാണ്. പെട്ടെന്ന് പിന്നിൽ നിന്നും അവളുടെ അച്ഛൻ നമ്മുടെ നായകൻ അവളെ കൈപിടിച്ചുകൊണ്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. അങ്ങനെ ഓടണ സമയത്ത് തിരക്ക് കാരണം നായകൻ കാല് തട്ടി വന്ന് വീഴുകയാണ്. പക്ഷേ എണീക്കുന്ന സമയത്ത് കിട്ടിയ കൈനെ പിടിച്ച് നായകൻ വീണ്ടും മുന്നിലോട്ട് ഓടുന്നു. എന്നാൽ കഷ്ടകാലത്തിന് അത് തിരിഞ്ഞു നോക്കുമ്പോൾ തൻ്റെ മകളുടെ കൈയല്ല, മകള് പിന്നിൽ നിൽക്കുകയാണ്. തുടർന്ന് ആ ജീവി വന്ന് മകളെയും പിടിച്ചുകൊണ്ട് കടലിലേക്ക് എടുത്ത് ചാടുന്നു. പക്ഷെ ആ ജീവി പിടിച്ചത് വാലുകൊണ്ടാണ്. അതിന് അങ്ങനത്തെ ഒരു ശക്തി ഉണ്ടായിരുന്നു. ഇത് കണ്ട് നമ്മുടെ നായകന്റെ അച്ഛനും പേരക്കുട്ടി എന്ന് പറഞ്ഞ് പുറത്തേക്ക് വരുന്നു. മകളെ നഷ്ടപ്പെട്ടതിൽ അവന്റെ സമനില തന്നെ ആകെ തെറ്റിയിരിക്കുന്നു. അങ്ങനെ ഈ ഒരു കാര്യം വലിയ ചർച്ചാ വിഷയമാവുകയാണ്. അവിടെ പോലീസും പട്ടാളമൊക്കെ വരുന്നു. എന്നിട്ട് ആ സ്ഥലത്തേക്ക് ആളുകളെല്ലാം ബാൻ ചെയ്യുന്നു. കുറച്ചുപേർ പേടിച്ച് മറ്റുള്ള ബന്ധുവീട്ടിലേക്ക് പോവുകയും ചെയ്യുകയാണ്. ഈ കാര്യം അറിഞ്ഞ് അമ്പെയ്ത്ത് മത്സരത്തിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന നമ്മുടെ നായകന്റെ സഹോദരി തിരിച്ച് വീട്ടിലേക്ക് വരികയാണ്. ആ ജീവി കാരണം മരിച്ചവരുടെ ഫോട്ടോയൊക്കെ അവിടെ വെച്ചിരിക്കുന്നു. ഒപ്പം അതിൽ നമ്മുടെ നായകന്റെ മകളുടെയും ഫോട്ടോ വെച്ചിരിക്കുന്നു. അതിൽ വന്ന് തനിക്ക് കിട്ടിയ മെഡൽ എടുത്ത് അവിടെ വെച്ചിട്ട് അവൾ കരയുകയാണ്. ഒപ്പം അവിടേക്ക് നായകന്റെ സഹോദരനും വരികയാണ്. അങ്ങനെ സഹോദരങ്ങളെല്ലാം ഒരുമിച്ച് ചേരുന്നു. അവൻ വന്ന് തൻ്റെ മൂത്ത സഹോദരനെ സമാധാനിപ്പിക്കുകയാണ്. അങ്ങനെ കുറച്ചു കഴിയുമ്പോൾ അവിടേക്ക് വൈറസ് ഒന്നും ദേഹത്ത് പിടിക്കാതിരിക്കാനുള്ള ഡ്രസ്സൊക്കെ ഇട്ട് കുറച്ചു പേര് വരികയാണ്. എന്നിട്ട് ആ ജീവിയുടെ അടുത്ത് ഉണ്ടായിരുന്നവരെല്ലാം നമുക്ക് പിടിച്ചുകൊണ്ട് പോകണം, കാരണം അതിൻ്റെ വൈറസ് നിങ്ങൾക്ക് പടർന്നിട്ടുണ്ടാകും, അങ്ങനെയെങ്കിൽ അത് നിങ്ങൾക്ക് ആപത്താണ്, അതിനുവേണ്ടി നിങ്ങളെ രക്ഷിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞിട്ട് അവിടെയുള്ളവരെ കൊണ്ടുപോവാൻ ശ്രമിക്കുന്നു. എന്നാൽ അതിനെ നമ്മുടെ നായകൻ തടയുകയും ഒന്നുമില്ലെന്ന് പറയുമ്പോൾ നിന്റെ മകളല്ലേ പിടിച്ചുകൊണ്ടുപോയത്, നിനക്കെന്തെങ്കിലും പറ്റിയിട്ടുണ്ടാകണമെന്ന് പറഞ്ഞ് നമ്മുടെ നായകനെ തന്നെ ആദ്യം പിടിച്ചുകൊണ്ടുപോകുന്നു. അങ്ങനെ നമ്മുടെ നായകനെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി താമസിപ്പിക്കുകയാണ്. ഒപ്പം ബാക്കിയുള്ളവരെയും. അന്ന് രാത്രി അവിടെ വെച്ച് തൻ്റെ മകൾ ഫോണിൽ അവനെ വിളിച്ച് ഞാനൊരു അഴുക്കുചാലിലുണ്ടെന്ന് പറയുകയാണ്. ഇത് കേട്ട് നായകൻ കൂടുതൽ അത്ഭുതപ്പെടുന്നു. തൻ്റെ മകൾ മരിച്ചിട്ടില്ലെന്ന് മനസ്സിലായതോടെ ഒരുപാട് സന്തോഷിക്കുകയും അതിനിടയ്ക്ക് കോള് കട്ടാവുകയും ചെയ്യുന്നു. ശേഷം കാണിക്കുന്നത് അവൻ്റെ മകളെയാണ്. ആ കുട്ടി ഒരു അഴുക്കുചാലിൽ കിടക്കുന്നു. അവിടെ ആ ജീവി പിടിച്ചു കൊണ്ടുവന്ന വേറെയും ആൾക്കാർ കിടപ്പുണ്ട്. പക്ഷേ അവർക്കൊന്നും ജീവനുണ്ടായിരുന്നില്ല, മരിച്ചു കഴിഞ്ഞിരുന്നു. തൻ്റെ മകൾ വിളിച്ച കാര്യം അവിടുത്തെ പോലീസുകാരനോട് പറയുമ്പോൾ അദ്ദേഹം അത് വിശ്വസിക്കാൻ തയ്യാറായില്ല. നിന്റെ മകൾ നഷ്ടപ്പെട്ടതിനാൽ നിനക്ക് തോന്നിയതായിരിക്കും, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നു. ശേഷം കുറെ കഴിഞ്ഞ് നായകനും അച്ഛനും സഹോദരങ്ങളും അവിടെ നിന്ന് ചാടി രക്ഷപ്പെടുകയാണ്. എന്നിട്ട് വാടകയ്ക്ക് ഒരു വണ്ടിയും തോക്കുമൊക്കെ വാങ്ങിച്ച് മകളെ തിരിച്ചു കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ഓരോ അഴുക്കുചാലും അന്വേഷിച്ചിറങ്ങുന്നു.
ഈ സമയത്ത് ഒരു ചേട്ടനും അനിയനും കൂടി ഈ ആപത്തിനെ എല്ലാം തരണം ചെയ്ത് രക്ഷപ്പെട്ടു പോകുമ്പോൾ ആ ജീവി അവിടേക്ക് വന്ന് ചേട്ടനെ കൊന്നു കളഞ്ഞിട്ട് അനിയനെ പിടിച്ചുകൊണ്ട് പോവുകയാണ്. എന്നിട്ട് അവനെ അതേ അഴുക്കുചാലിൽ കൊണ്ടിടുന്നു. ഭാഗ്യത്തിന് അവൻ മരിച്ചിട്ടുണ്ടായിരുന്നില്ല. ശേഷം ആ ജീവി പോകുന്ന സമയത്ത് നായകന്റെ മകൾ അവനെടുത്ത് ജീവനുണ്ടെന്നറിഞ്ഞതും തലോടുകയാണ്. അവസാനം പുറത്തു വെച്ച് നായകന്റെ അച്ഛൻ ആ ജീവിയെ കാണുകയും എല്ലാവരും ചേർന്ന് അതിനെ ആക്രമിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. പക്ഷേ അവർ ഷൂട്ട് ചെയ്തതൊന്നും ആ ജീവിയുടെ ദേഹത്ത് കൊണ്ടിരുന്നില്ല. അങ്ങനെ അച്ഛന്റെ കയ്യിലുള്ള ബുള്ളറ്റ് തീരുകയാണ്. അന്നേരം പിന്നിൽ നിന്നും ആ ജീവി വന്ന് അദ്ദേഹത്തെ വാലുകൊണ്ടെടുത്ത് തൂക്കി തറയിൽ ഒറ്റയാടി. തുടർന്ന് ജീവി കടന്നു കളയുകയും അദ്ദേഹം അവിടെ മരിക്കുകയും ചെയ്യുന്നു. ആ സമയത്ത് തന്നെ അവിടെ പോലീസുകാർ വരികയാണ്. എന്നിട്ട് നായകനെ പിടികൂടുന്നു. ബാക്കി രണ്ടുപേർ കഷ്ടിച്ച് ഒളിച്ച് ഓടി മറിയുകയും ചെയ്യുന്നു. ശേഷം നായകന്റെ അനിയൻ അവന്റെ ഒരു കൂട്ടുകാരനെ ചെന്ന് കാണുകയാണ്. അയാളാണെങ്കിൽ ഈ മൊബൈൽ ടവറൊക്കെ കണ്ടുപിടിക്കുന്ന ഒരു ഓഫീസറായിരുന്നു. തുടർന്ന് കാര്യമെല്ലാം അയാളോട് പറയാണ്. എന്നിട്ട് വിളിച്ച മൊബൈൽ ലൊക്കേഷൻ ടവർ കണ്ടുപിടിക്കണം, അത് ഏതഴുക്കുചാലാണെന്ന് നീ എനിക്കൊന്ന് പറഞ്ഞു തരണമെന്ന് അനിയൻ അപേക്ഷിക്കുന്നു. അതിനെന്താ ശരിയെന്ന് പറഞ്ഞിട്ട് കൂട്ടുകാരൻ അവനെയും കൂട്ടി ഓഫീസിനകത്ത് പോയി ലാപ്ടോപ്പിൽ ടവർ കണ്ടുപിടിക്കുകയാണ്. ഈ സമയത്ത് ഒരു പാസ്വേഡ് എടുക്കാനുണ്ട്, മറന്നുപോയി, ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞ് കൂട്ടുകാരൻ അപ്പുറത്തെ റൂമിൽ പോകുന്നു. എന്നാൽ ഇതൊരു ചതിയായിരുന്നു. കൂട്ടുകാരൻ ബാക്കിയുള്ളവരോട് അവൻ ഇവിടെ വന്ന കാര്യം പറയുകയും പോലീസിനെ വിളിച്ച് ഒറ്റി കൊടുക്കുകയും ചെയ്യുന്നു. ഈ നേരത്ത് ഇവിടെ അവനാണെങ്കിൽ എന്തൊക്കെയോ ടൈപ്പ് ചെയ്ത് പാസ്വേഡ് കണ്ടുപിടിക്കുകയും ശേഷം തൻ്റെ സഹോദരൻ്റെ മകൾ വിളിച്ച അഴുക്കുചാലിനടുത്തുള്ള മൊബൈൽ ടവർ കണ്ടുപിടിക്കുകയും ചെയ്യുന്നു. അങ്ങനെ കിട്ടിയ സ്ഥലം കൊണ്ട് അവൻ പോകുന്ന സമയത്ത് അവിടെ പോലീസുകാർ വരികയാണ്. ഇത് കണ്ടതും തൻ്റെ കൂട്ടുകാരൻ ഒറ്റിക്കൊടുത്തെന്ന് മനസ്സിലായി കൂടുതൽ വേഗത്തിൽ ഓടി മതിൽ ചാടുന്ന സമയത്ത് കാല് തന്നെ തറയിൽ വീഴുകയും വീണതിന്റെ ആഘാതത്തിൽ ബോധം കെട്ടു പോവുകയും ചെയ്യുന്നു. പക്ഷേ ബോധം പോകുന്നതിന് മുമ്പ് തൻ്റെ അനിയത്തിക്ക് ആ പെണ്ണ് കിടക്കുന്ന അഴുക്കുചാലിനടുത്തുള്ള ടവർ ലൊക്കേഷൻ മെസ്സേജ് അയച്ചു കൊടുക്കുകയാണ്. എന്നിട്ടായിരുന്നു നമ്മുടെ അനിയൻ ബോധം കെട്ടത്. ഈ സമയത്താണെങ്കിൽ അവന്റെ സഹോദരി അവളെയും തപ്പി അഴുക്കുചാലുകളോളം കയറിയിറങ്ങുകയാണ്. അപ്പോഴേക്കും ഫോണിലൊരു മെസ്സേജ് വരുന്നു. അത് തൻ്റെ ചേട്ടന്റെ മെസ്സേജ് ആയിരുന്നു. ഈ കാര്യം അറിഞ്ഞതോടുകൂടി തൻ്റെ സഹോദരനെ വിളിച്ച് നിന്റെ മകൾ കിടക്കുന്ന സ്ഥലം ഞങ്ങൾ കണ്ടുപിടിച്ചു, വേഗം ഇങ്ങോട്ട് വരാൻ വിളിച്ചു പറയുകയാണ്. പക്ഷേ അവൻ ആ സയന്റിസ്റ്റുമാരുടെ പിടിയിലാണെന്നുള്ള കാര്യം ഇവൾ അറിയുന്നില്ല. അവൻ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും അവർ പിടിച്ച് ലോക്ക് ചെയ്ത് എന്തൊക്കെ മരുന്ന് കുത്തിവെക്കുകയാണ്. ഇവിടെ ഈ നായകന്റെ അനിയത്തി ആ ജീവിയെ കാണുകയാണ്. എന്നിട്ട് ആക്രമിക്കാൻ വേണ്ടി പതുങ്ങിയിരിക്കുന്ന സമയത്ത് ജീവി അവിടെ അടിച്ചിടുന്നു. അങ്ങനെ അവൾക്കും അവിടെ ബോധം പോവുകയാണ്. എന്നാൽ ഈ സമയത്ത് അവിടെ ആ അഴുക്കുചാലിൽ നായകന്റെ മകളും അവിടേക്ക് പുതിയതായി കൊണ്ടിട്ട് ആ കൊച്ചു പയ്യനും കൂടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. അതിനായി അവിടെ ഉണ്ടായിരുന്നവരെ ഡ്രസ്സൊക്കെ വലിച്ചു കെട്ടി ഒരു കയറ് പോലെ ആക്കുന്നു. എന്നിട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയ്ക്ക് കഷ്ടകാലത്തിന് ആ ജീവി തിരിച്ചു വരികയാണ്. എന്നിട്ട് അവിടെ വന്ന് ചരിഞ്ഞു കിടക്കുന്നു. അതിന് മുകളിലൂടെയൊക്കെ ചാടിക്കയറി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും അതിനവർക്ക് വിജയിക്കാൻ സാധിച്ചില്ല. ശേഷം അവിടെ കിട്ടിയ തക്കത്തിന് ആ സൂചിയൊക്കെ എടുത്ത് അവിടുത്തെ സയന്റിസ്റ്റുമാരെ വിരട്ടി തൽക്കാലം കഷ്ടിച്ച് നായകൻ പുറത്തേക്ക് രക്ഷപ്പെട്ടു ഓടുകയാണ്. എന്നിട്ട് ആ അഴുക്കുചാലിൽ വന്ന് നോക്കുമ്പോൾ കണ്ടത് ഞെട്ടിക്കുന്ന കാഴ്ച. ആ ജീവിയുടെ വായിൽ തൻ്റെ സ്വന്തം മകൾ കിടക്കുകയാണ്. തുടർന്ന് ആ ജീവി എങ്ങോട്ടോ പാഞ്ഞോടുന്നു. തൊട്ടു പിന്നാലെ നമ്മുടെ നായകനും. എന്നാൽ ഇവിടെ ബോധം കെട്ടുകിടന്ന നമ്മുടെ നായകന്റെ അനിയത്തി ബോധം എഴുന്നേൽക്കുകയാണ്. തുടർന്ന് അവളും കൂടെ ഫോളോ ചെയ്തു പോകുന്നു. അവിടുത്തെ മെയിൻ സിറ്റിയിൽ ഗവൺമെന്റിനെതിരെ ജനങ്ങൾ വൻ പ്രതിഷേധം നടത്തുകയാണ്. അതിന് കാരണം പാർക്ക് എന്ന ഈ കുടുംബത്തെ ഇങ്ങനെ ചെയ്യുന്നതും അവരെ സയന്റിസ്റ്റുകൾ പിടിച്ചുവെച്ച് എന്തൊക്കെ റിസർച്ച് നടത്തുന്നത് കൊണ്ടും. അന്നേരം ആ ജീവി ഈ പ്രതിഷേധം നടക്കുന്ന സ്ഥലത്തേക്ക് ഓടി വരികയാണ്. അവിടെ മുഴുവനും ആകെ നാശമാകുന്നു. ഈ സമയത്ത് നമ്മുടെ നായകൻ വന്ന് ആ ജീവിയുടെ വായിൽ നിന്നും തൻ്റെ മകളെയും മകളുടെ കൂടെ ഉണ്ടായിരുന്ന ആ കൊച്ചു പയ്യനെയും പുറത്തേക്ക് എടുക്കുകയാണ്. പക്ഷേ നിർഭാഗ്യവശാൽ തൻ്റെ മകൾ അവിടെ മരിച്ചു പോവുകയാണ്. മറ്റേ ആ കൊച്ചു പയ്യന് ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. ഭാഗ്യത്തിന് അവൻ രക്ഷപ്പെട്ടിരുന്നു. ഈ സമയത്ത് മുകളിൽ നിന്നും ആ ജീവിയുടെ തലയിൽ ഒരാൾ പെട്രോൾ ഒഴിക്കുകയാണ്. അപ്പോഴേക്കും നായകന്റെ അനിയൻ വന്നിട്ട് ബിയർ കുപ്പിയിൽ തീ കത്തിച്ച് എടുത്തെറിയുകയാണ്. പക്ഷെ അത് അവൻ വിചാരിച്ചത്ര അതിന്റെ ദേഹത്ത് കൊണ്ടിരുന്നില്ല. ആ സമയത്ത് അവിടെ നായകന്റെ അനിയത്തി വന്ന് വില്ലിൽ തീ കൊളുത്തിയിട്ട് അമ്പെയ്ത് ആ ജീവിയെ കത്തിച്ചു കൊല്ലുന്നു. തുടർന്ന് നായകൻ വന്ന് തൻ്റെ മകളുടെ കൂടെ രക്ഷപ്പെട്ട ആ കൊച്ചുകുട്ടിയെ എടുത്തുകൊണ്ട് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് വർഷങ്ങൾക്ക് ശേഷം നായകൻ തങ്ങളുടെ കടയിൽ ഇരിക്കുകയാണ്.
അവിടെ അവനിക്ക് കിട്ടിയ കൊച്ചു പയ്യനുമുണ്ട്. തന്റെ മകൾക്ക് പകരം അവന്റെ വാത്സല്യമെല്ലാം കൊടുത്ത് അവനെ അവൻ വളർത്തുകയാണ്. ഇതോടുകൂടി ഈ സിനിമ ഇവിടെ അവസാനിക്കുകയാണ്.